സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയുമായി മയക്കുമരുന്ന് അടിമയായ യുവാവ്. മകനെക്കുറിച്ച് അമ്മ പോലീസിന് വിവരം നൽകി. പിന്നാലെ എലത്തൂർ സ്വദേശിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗതികെട്ടാണ് വിവരം അറിയിച്ചതെന്ന് അമ്മ പറയുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിൽ വലിയ അക്രമം നടത്തുകയും ഒടുവിൽ ഒരു ഭീഷണി ഉണ്ടായപ്പോഴാണ് മകനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകാൻ തയ്യാറായ ഒരു അമ്മ എന്നോടൊപ്പമുണ്ട്. ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്താണ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചെയ്തത്? അതെ, വിവരം അറിയിച്ചാണ്. പോക്സോ കേസിൽ അകത്തായിട്ട് ഞങ്ങൾ തന്നെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നതാണ്. അപ്പം കഴിഞ്ഞ ഏപ്രിലാണ്, ഏപ്രിൽ 17-ാം തീയതിയാണ്, കഴിഞ്ഞ വർഷം ഏപ്രിൽ 17 ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ നാട്ടിൽ അങ്ങനെ ഒന്നും നിൽക്കാറുണ്ടായിരുന്നില്ല. ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എറണാകുളത്താണ്, ഇടുക്കിയിലാണെന്നൊക്കെ പറഞ്ഞ് പോവും. പിന്നെ വിളിച്ചാൽ കിട്ടൂല, അങ്ങോട്ട് വിളിക്കലും ഇല്ല. കുറേ മാസങ്ങളായിട്ട് വരാതൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ എവിടെയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ വന്നത് കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതിയാണ് വീട്ടിൽ വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് പോലീസിൽ ആരെങ്കിലും വന്നതാണെങ്കിൽ എന്നെ അന്വേഷിച്ചാണെങ്കിൽ പറയരുത്, ഞാനിവിടെ ഉണ്ടെന്ന്. എൻ്റെ കേസൊക്കെ പിന്നെ ഇങ്ങനെ വാറണ്ടായി കിടക്കുകയാണ്, എല്ലാ കേസും, വേറെയും കേസുണ്ട്, 6 കേസുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവൻ ഇവിടെ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതുമില്ല ആരോടും. എൻ്റെ മോനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞതുമില്ല. പിന്നെ ഓൻ ഇവിടെ ഇവിടുത്തെ ഉണ്ടാക്കിയ തിന്നും, ഇവിടെ ഇരുന്ന് TV കാണും, ആരെങ്കിലും വന്നാൽ വേഗം അത്തുപോയി ഇരിക്കും, ഒരു പ്രശ്നമില്ല, ഒരു വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. ഇപ്പം അതാ ഈ ജനുവരി മാസം ഒരു പകുതിയൊക്കെ ആയപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി, വെറുതെ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പോലീസിൽ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബ്ലേഡൊക്കെ എടുത്ത് ഇങ്ങനെ ഞരമ്പ് മുറിക്കാൻ നോക്കിയപ്പം പറഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ അപ്പം ഞാൻ ഞരമ്പ് മുറിക്കും, അപ്പോൾ പോലീസ് വന്നാൽ ഞാൻ പറയും നിങ്ങളാണ് ചെയ്തത്, എന്നിട്ട് നിങ്ങൾ പോലീസിനെ വിളിച്ചാന്ന് പറയും. അപ്പം ഞാൻ ശരിക്കും ഞാൻ പേടിച്ചു. കാരണം ഓൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും പെട്ടെന്നെങ്കിലും ഞാൻ പോലീസിന്റെ പിടിയിലാവും. അപ്പോൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, ഞങ്ങളെ കൊല്ലുന്നൊക്കെ അതേ പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ വന്നതിന് ശേഷം അങ്ങനെ പറയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അപ്പം പോലീസിനൊന്നും വിളിച്ചില്ല. പിന്നെ ഓന് പ്രശ്നമൊന്നും ഇല്ലാതെ പിന്നെ കുറച്ച് ദിവസം കൂടി അങ്ങനെ കടന്നുപോയി. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഓനെ ഈ ഞങ്ങളെ ബീച്ചിൽ നിന്ന് തന്നെ, ഇവിടെയുള്ള ബീച്ചിൽ നിന്ന് തന്നെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞേ. ഓൻ തന്നെ വന്ന് പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ കഞ്ചാവില്ലേനി, എൻ്റെ കൂടെ ഉള്ളവൻ്റെ കയ്യിലേനി കഞ്ചാവ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അറിയുന്നത് എലത്തൂർ പോലീസ് ഞങ്ങളെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ അറിയുന്നത് അപ്പോൾ രാഹുലിൻ്റെ ആളല്ലേ, അപ്പോൾ ഓൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഓനോട് ഞാൻ ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ സത്യമാണ്, എൻ്റെ കയ്യില്ലേനി സ്നേഹിതൻ്റെ ഏതോ അമലറ്റാ പറഞ്ഞത് പേര്, അവൻ്റെ കയ്യിലേനി ഉള്ളത് എന്ന് പറഞ്ഞേ. അപ്പോൾ നാളെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പോകുന്നില്ല, പോയാൽ ഇന്നെ പോലീസ് പിടിക്കും, ആ SIക്ക് ഇന്നെ അറിയായിട്ടാണെന്നും പറഞ്ഞ്. അപ്പോൾ ഓൻ പോയിട്ടുമില്ല, ആ കേസിന് ഓൻ പോയിട്ടുമില്ല. പിന്നെ ഇവിടെ നിന്ന് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പൈസ ചോദിക്കും. അപ്പോൾ ഞാൻ പൈസ കൊടുത്തില്ല, അവന് ദേഷ്യം പിടിക്കും. പിന്നെ എവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോകും പൈസ. പിന്നെ ഇവിടെ എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഇങ്ങനെ ഓണാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഓൻ്റെ ആൾക്കാർക്ക് കമ്പനിക്കാർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. അങ്ങനെ പോലെ ആരെങ്കിലുമൊക്കെ വണ്ടിയായിട്ട് വന്നിട്ടാണ് ഇവന് സാധനം കൊണ്ട് കൊടുക്കുന്നത്. ആരാ എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇവൻ മെല്ലെ ഇവിടുന്ന് ബനിയനും എടുത്തിട്ടിട്ട് മെല്ലെ ബീച്ചിലേക്ക് പോകും, ബീച്ചിൽ എത്തിച്ച് കൊടുക്കുകയാണ് ഈ സാധനം. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ടാണ് വലിക്കുന്നത്. അപ്പം ഇവിടെ നന്നാ ചെറിയ മോളെ കുട്ടി 3 വയസ്സില്ല, അതിന് ആസ്മേൻ്റെ കംപ്ലൈൻ്റ് ഉള്ള കുട്ടിയാണ്, ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എൻ്റെ ഭർത്താവ് എന്നെ രാവിലെ ഓരോ സിഗരറ്റ് വലിക്കേനി. അപ്പോൾ ഈ കുട്ടിക്ക് എന്നെ വയ്യാതേരം അതുപോലും നിർത്തി. അപ്പോൾ ഇവന് തീരെ പുകയൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഈ അകത്തുനിന്ന് ഇങ്ങനെ പുക വരുമ്പോൾ ഞാൻ പറയും ഇവിടുന്ന് പുക വലിക്കാൻ പറ്റൂല എന്ന് പറയും. അപ്പം കഞ്ചാവാണ് വലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മണം കൊണ്ട് ഈ വീട് മുഴുവൻ പുക നിറയും കഞ്ചാവ്. അങ്ങനെ കുട്ടിക്ക് 2ാമതും ശ്വാസം വിട്ട് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് ഞാൻ അറിയിക്കും. അപ്പം എന്നോട് പറഞ്ഞ് പോലീസിൽ അറിയിച്ചാൽ നിങ്ങളെ ഞാൻ നാണം കെടുത്തും, ചാനലുകാരെ വിളിച്ച് നിങ്ങളെ നാണം കെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ പോലീസുകാർ വരുമ്പോഴത്തേങ്ങളൊക്കെ ഞാൻ കൊല്ലുന്നു. അപ്പം എനിക്ക് ശരിക്കും പേടിയാണ്. എന്താ വെച്ചാൽ ഓൻ ഇപ്പോൾ ഒന്ന് ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ എനിക്ക് കഴിയില്ല, അത്രയും ഓന് നല്ല ആരോഗ്യമുണ്ട്, ഒന്നും കഴിയില്ല. അപ്പം എനിക്ക് പേടിയായിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസം ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരു ട്യൂബൊക്കെ ഉള്ളിലിട്ടതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മ വന്നത് എനിക്ക്. അപ്പോൾ അമ്മേനോട് ഇപ്പം പൈസ അങ്ങനെ എന്നോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇവൻ്റെ ഉള്ളുകളികൾ ഒരുപാടൊന്നും അറിയില്ല. അപ്പം അമ്മ ഒരാളെടുത്തനല്ലേ പൈസ വയ്ക്കാന്ന് വെച്ചിട്ട് അമ്മ ഒരു 100 റുപ്യ എടുത്ത് കൊടുത്ത് അതും കൊണ്ട് പോയി. പിന്നെ അവൻ പൈസ കണ്ടുണ്ട് അമ്മൻ്റെ പേഴ്സിൽ. അപ്പം അതുകൊണ്ടായിരിക്കാം. പിന്നെ അവന് എന്താ അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവന് വേറെ ഒന്നും കഴിയുന്നില്ലല്ലോ, ഇവിടുന്ന് എന്നോട് ചോദിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവന് ഭയങ്കര ദേഷ്യം. പിന്നെ ഇന്നലെ മെനിഞ്ഞാന്ന് ഇവിടെ പുറത്ത് പോയി വന്നപ്പോൾ മിഠായി കൊണ്ടുപോകുന്നു, ചെറിയ മിഠായി. അപ്പോൾ സാധാരണ കാണാത്തൊരു മിഠായി. അപ്പോൾ ഞാൻ കുട്ടിക്ക് കൊടുത്തു, സാധാരണ അങ്ങനെ കൊടുക്കില്ല. അപ്പം ഞാൻ ആ മിഠായി വാങ്ങി, അവനോട് തിന്നല്ലേ പറഞ്ഞ് വാങ്ങിയിട്ട് പൊളിച്ചൊക്കെ നോക്കി. അപ്പോൾ എക്ലെയറാണ് സാധനം. അപ്പോൾ നോക്കിയപ്പോൾ അപ്പം ഞാൻ പൊളിക്കും വേണം അത് പൊളിയുന്നത്, ഫസ്റ്റിലെ പൊളിയുന്നത്. അപ്പം എനിക്ക് തോന്നി ഇത് അപ്പോൾ ഒരു കഷ്ണം ഞാൻ കടിച്ച ഒരു കഷ്ണം അവന് വായിലിട്ട് കൊടുത്ത്. 2 മിഠായി ഉണ്ട്. അപ്പോൾ ഇത് പൊളിച്ചതുകൊണ്ട് ഇവന് ഭയങ്കര ദേഷ്യം.
അപ്പം അവൻ തുടങ്ങി, നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാം, നിങ്ങൾ എന്ത് എന്നെങ്കിൽ ഇനി പറയാനൊന്നുമില്ല. അങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ ഇട്ട് കസാലയൊക്കെ എടുത്ത് എറിയാനൊക്കെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കുന്നു. അപ്പം നിങ്ങൾ വിളിച്ചാൽ ഞാൻ കണ്ടു വെച്ചു, ഞാൻ അവിടെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു, ഓല് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഞരമ്പ് മുറിച്ച് ചാവുമെന്ന് പറഞ്ഞ്. അവിടെ ഞാൻ പിന്നെ എന്നിട്ടും ചെയ്തില്ല. എന്നിട്ടും ഓൻ ചെയ്യുന്നതിന് പേടിച്ചിട്ടല്ല, ഈ ആൾക്കാരറിയുന്നതിന്, സത്യമായിട്ട് എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരറിയുന്നതിന് പേടിച്ച് എത്രയോ അനുഭവങ്ങൾ ഉള്ളതാണ്. എന്നാലും ഇനിയും ഇങ്ങനെ കേൾപ്പിക്കേണ്ടേ വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇന്നലെ രാത്രി ഇതുപോലെ തന്നെ പൈസേൻ്റെ കാര്യം അങ്ങനെ എന്തൊക്കെയാണ്, ഒരു കാരണമൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വയലൻ്റ് ആവും, ദേഷ്യപ്പെടും. അപ്പോൾ ഇന്നലെ രാത്രി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഒരു സീരിയൽ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ അങ്ങനെ ഒരാൾ അച്ഛൻ കൊണ്ടുപോകുന്നത് ഭക്ഷണം കഴിച്ചിരിക്കുന്ന അങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവനെയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവുക, അത് പറഞ്ഞില്ലേ എന്ന് ഞാനും അമ്മയോട് ഇങ്ങനെ പറയുമ്പോഴേക്ക് ഇവൻ അവിടെ നിന്ന് എണീറ്റിട്ട് അയ്യോ അങ്ങനെ ഇങ്ങോട്ട് ഇന്നെയാണ് അടിക്കാൻ വന്നത്, പക്ഷെ അമ്മയാണ് ബാക്കിൽ. അപ്പം ഇന്നെ അടിക്കാൻ നിൽക്കുമ്പോൾ അമ്മ കണ്ടു നിൽക്കൂലല്ലോ. അപ്പം അമ്മ ഇങ്ങനെ എണീറ്റ് ഇവിടെ സോഫയിൽ എണീറ്റ്. അപ്പം ഞാൻ അതിൻ്റെ നടുവിലേക്ക് നിന്ന് അപ്പോൾ ഈ അടിക്കിന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അടിക്കാനൊക്കെ നോക്കി, അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ കൈമ കിട്ടുന്ന നോക്കി എടുത്ത് അങ്ങനെ എറിയുകയൊക്കെ ചെയ്ത്. പിന്നെ ഇവിടെ ഒരുപാട് അക്രമങ്ങളൊക്കെ ചെയ്തതാണ് മുമ്പ്, ജയിലിൽ പോകുന്നതിന് മുമ്പ്. അതായത് ഈ വാതിൽ പിന്നെ ആ സീലിംഗ്, ഇതുപോലെ സീലിംഗ് അകത്ത് ഒക്കെ പൊളിച്ചതാണ്. അങ്ങനെ പോലീസിനാ. അപ്പം ഇന്നലെ രാത്രി തന്നെ ഞാൻ SI 2-3 ആൾക്കാരെ നമ്പർ ഒരു തന്നു പോയതാ. 2-3 പ്രാവശ്യം വന്നപ്പോൾ അവനുണ്ടോയെന്ന് ചോദിച്ച് വരുന്ന സമയത്ത് അപ്പോൾ സുധീഷ് എന്നിട്ട് SI ഉണ്ട്, സാറിൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ 112 വിളിക്കുന്നതാണ്, എലത്തൂരേക്ക് വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എലത്തൂരേക്ക് ഞാൻ വിളിക്കില്ല, വിളിച്ചാൽ ഓല ആദ്യം പറഞ്ഞു കൊടുക്കുക എൻ്റെ അമ്മ എന്നെ വിളിച്ചതെന്നാണ്. അപ്പോൾ അവൻ എന്താക്കും, ഓനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഓനെ ശരിയാക്കും, പിന്നെ എനിക്ക് ജീവൻ ഉണ്ടാവില്ല, ഓനെ കൊല്ലും. അപ്പം ഞാൻ പറഞ്ഞ് അടയ്ക്കാൻ വിളിക്കുക. പിന്നെ 112 വിളിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുമില്ല, ഞങ്ങൾ ഒന്നിനും പോയി, ഞങ്ങൾ അകത്ത് പോയി വാതിലടച്ചിട്ടിരുന്ന് ഒന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെ അവിടെ സാറ് വന്നതിന് ശേഷം കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തതായിരിക്കും ഓൻ്റെ കേസിൻ്റെതൊക്കെ. അപ്പം എല്ലാ കേസും വാറണ്ടായി കിടക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് വന്നിട്ട് വരുന്നേ. അപ്പം തന്നെ പോലീസ് വന്ന്. എത്ര കാലം ഇവന് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി? ലഹരി വെച്ചാൽ ഇപ്പം പറഞ്ഞു കേട്ടത് അനുസരിച്ച് 14-13 വയസ്സ് 8ാം ക്ലാസ് തൊട്ടേ ഓൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പം അപ്പോഴൊക്കെ ഒരു സിഗരറ്റ് വലിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ അങ്ങനെ കുടിച്ച് വരലൊന്നുമില്ല, കുടിച്ച് ചൂടായി അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, കുടിച്ച് വന്നിട്ടില്ല. പക്ഷേ ഈ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ വീട്ടിലോന് ഒരു പ്രശ്നവും ഇല്ല. മനസ്സിലായത് പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് തന്നെ, സ്കൂളിൽ നിന്ന് എന്താക്കി പറഞ്ഞു. പിന്നെ അവനെ ഞങ്ങൾ +1 കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. ഇനി അപ്പം സ്കൂളിൽ കിട്ടിയപ്പോൾ അതിന്